ദുനിയാവ് വേണം. ഇനി നമ്മള് മുസ്ലിയാരെ അടുത്ത, അതായത് കോഴിക്കോട് നടന്ന മുഖാമുഖത്തിലെ നാടകം ഇനി നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. സുന്നികളെ കൊണ്ട് സലാത്ത് എല്ലിപ്പിക്കുന്ന എന്തിനറിയോ? പുലൂസ് ഉണ്ടാക്കാനാണ്. സക്കാഫിമാർക്ക് സലാത്ത് പൈസ ഉണ്ടാക്കാനാണ്, പുണ്യം നേടാനല്ല. കണ്ടോളൂ, അറിഞ്ഞോളൂ, കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യും, 10 സലാത്തില്ലെങ്കിൽ ആ കൂട്ടത്തില് സക്കാത്ത് ഫണ്ടിന്റെ പൈസ നമ്മക്കില്ല. സക്കാത്ത് ഫണ്ടിന്റെ മൊയിലാൽമാർക്ക് വാങ്ങിയിട്ട് ബാങ്കിലിട്ട് പലിശ വാങ്ങിയ പൈസ നമ്മക്കില്ല. ബദരീങ്ങൾ കണ്ടെത്ത പൈസ ഇതിനൊട്ട് പറ്റൂലല്ലോ. അപ്പൊ സുന്നികളാണ് നമ്മൾ ചെലവ് ഒരുപാടുണ്ട്. ഞാൻ വന്ന വണ്ടിക്ക് വാടക എന്തായാലും കൊടുക്കണം, അതുപോലെ തന്നെ വേറെ ചെലവ് എന്തെങ്കിലും കൊടുക്കണം. സക്കാത്ത് ഫണ്ടൊന്നും എനിക്ക് ആരും പൈസ തരുന്നൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ സുഖമായിട്ടാ കയ്യില്ല കാശ് കുറച്ചൊന്നും തരിക, നിങ്ങൾ സ്വലാത്ത് തോരം ചെല്ലുക, മൂപ്പരല്ലാത്ത സുന്നിയാക്കി കൊടുക്കുമാറാകട്ടെ. എന്നിട്ട് നമുക്ക് സ്ക്രീൻ മറ്റ് എല്ലാവരും എന്തായാലും കൊണ്ടുവരും. സ്വല്ലല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ. കണ്ടോ പാപെന്നറിയോ? ഇപ്പൊ ഒരു പ്രസംഗിക്കുന്ന ഒരാള് അങ്ങനെ പറഞ്ഞിട്ടാല് പാവം പിടിച്ചോലും എന്ത് ചെയ്യൂ? എന്തെങ്കിലും കൊടുക്കൂ. അല്ല എന്തറിയോ? അടുത്ത ആഴ്ച വന്നിട്ട് ജനങ്ങളെ ചീത്തറിയില്ല മുസ്ലിയാര്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എന്തേ നന്നോളി. ഈ വടകര സ്റ്റാൻഡിൽ ഒരു സ്ത്രീ ഉണ്ട്. മനുഷ്യന്മാരെ, എന്റെ മാപ്പള എനിക്ക് എന്തെങ്കിലും തരീ, അതിന് പറ്റുമോ? വടകര സ്റ്റാൻഡില് പാവപ്പെട്ടവൻ എങ്ങനെ ചൂഷണം ചെയ്യണോ? ഞാൻ വന്ന് വണ്ടിക്കുക, ഇത് പൈസ കുറെ വേണോ? സുന്നിയക്ക് പൈസ കൂടുതൽ വേണോ? സക്കാത്തിന്റെ പൈസ ഒന്നുമില്ല, നിങ്ങൾക്ക് സക്കാത്തില്ല. സക്കാത്ത് കൊടുക്കാത്ത മുസ്ലിം അല്ലടോ ഖുർആൻ പഠിപ്പിക്കുക. എന്നിട്ട് സക്കാത്തിനെതിരെയാ ഒന്ന് നായായിട്ട്. എന്നിട്ടോ പൈസ വാങ്ങാൻ ഇത് 1.5 മാസം മുമ്പ് നടന്ന സുഹൃത്തുക്കളെ, ഈ കേരളത്തിൽ കോഴിക്കോട് ഈ പൈസ പിരിക്കല്, പാവപ്പെട്ടവന്റെ പൈസ പിരിക്കല്, പാവപ്പെട്ടവനോട് പൈസ ഉണ്ടാക്കല്, ഇത് കാണുമ്പോ വിശുദ്ധ ഖുർആൻ ഒരായത്ത് കേട്ടോളി. അള്ളാഹ് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു തന്നു നല്ല പണ്ഡിതന്മാരാരാ, ചീത്ത പണ്ഡിതന്മാരാരാ. പടച്ച തമ്പുരാന്റെ ഗ്രന്ഥം 9-ാം അധ്യായം സൂറത്ത് തൗബ കേട്ടോ, 34-ാമത്തെ വചനം.